വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഗുണകരമെന്ന് ഉറപ്പുള്ള സൂംബ എന്ന വ്യായാമ നൃത്തത്തിന്റെ ചുവടുകളിലും മതം ചവിട്ടിയിരിക്കുന്നു. അതിന് പല ന്യായങ്ങളും നിരത്തുന്നുണ്ടെങ്കിലും വേരുകൾ കിടക്കുന്നത് പൊതുവിടങ്ങളിലെ സ്ത്രീ പുരുഷ സാമീപ്യത്തിലും ആരോഗ്യകരമായ ഇടപഴകലിൽ പോലും സദാചാര വിരുദ്ധത തപ്പുന്ന മൗലികവാദത്തിലാണ്. ആ വാദത്തിന്റെ തുടർച്ചക്കാരാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് മതവിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാലയങ്ങളിൽ എന്ത് നടത്തണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ധീരമാണ്. പക്ഷെ എന്ത് നടത്തരുതെന്ന് ചില മതസംഘടനകൾ തീരുമാനിക്കുമോ എന്നറിയില്ല. ഏതൊരു നൃത്തവും വ്യായാമമാണെങ്കിലും സൂംബയുടേത് കൂടുതൽ ലളിതവും ഊർജ്ജസ്വലവുമായ നൃത്ത ചുവടുകളാണ്. ലോകമെങ്ങും 30 വർഷത്തിലേറെയായി ജനകീയാരോഗ്യത്തിന്റെ ഭാഗമായി സൂംബ മാറിക്കഴിഞ്ഞു. ക്യൂബൻ സംഗീതമായ റൂംബയുമായി സാമ്യമുള്ളതുകൊണ്ടാണ് സൂംബ എന്ന പേര് വന്നത്. ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലുമായി കോടിക്കണക്കിന് ആളുകൾ ഈ നൃത്തവ്യായാമം പിന്തുടരുന്നുണ്ട്. കേരളത്തിൽ ലഹരി വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് നടപ്പാക്കാൻ ഇറങ്ങിയത്. ചില മുസ്ലിം സംഘടനകൾ എതിർപ്പുയർത്തി. വിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് നടത്തുന്നതിൽ മതവിരുദ്ധതയോ ന്യൂനപക്ഷ വിരുദ്ധതയോ ഗവേഷണം നടത്തിയാൽ പോലും കണ്ടെത്താനാകില്ലെങ്കിലും അവരതിൽ അല്പവസ്ത്രവും സദാചാരവും ഒക്കെ കൂട്ടിക്കലർത്തി. ആഭാസങ്ങൾക്ക് നിർബന്ധിക്കരുതെന്നും മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മൗലിക അവകാശത്തിന്റെയും ലംഘനമാണിത് എന്നുമാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിടപഴകുന്നത് ആഭാസമാണെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ ചെറിയ മനസ്സ് നൃത്തം ചെയ്യുന്ന മറ്റെല്ലാവരെയും അപമാനിക്കുകയാണ്. സൂംബ വിദ്യാലയങ്ങളിൽ കൊണ്ടുവരുന്നത് ഗൂഢാലോചനയാണെന്നും ഇക്കാര്യത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ലെന്നും സ്കൂളുകളിൽ കായികാധ്യാപകരുടെ ഒഴിവുകൾ നികത്തുകയാണ് കായികരംഗത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടതെന്നുമൊക്കെ മുസ്ലിം വിദ്യാർത്ഥി സംഘടന MSFന്റെ പ്രസിഡന്റ് പറഞ്ഞു. ഗൂഢാലോചന എന്താണെന്ന് അദ്ദേഹത്തിനെ അറിയൂ. 3 പതിറ്റാണ്ടിലേറെയായി കോടിക്കണക്കിന് മനുഷ്യർ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ നൃത്തം കേരളത്തിലെ കുറച്ചു കുട്ടികൾക്ക് പ്രത്യേകിച്ച് വല്ല ദോഷവും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പഠനം നടത്തണമെന്നാണെങ്കിൽ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ ലോകം അംഗീകരിച്ചതും കേരളം നടപ്പാക്കിയിട്ടുള്ളതുമായ പലതിനെക്കുറിച്ചും നാട്ടുപണ്ഡിതർ പഠനം നടത്തേണ്ടി വരും. പ്രതിരോധ വാക്സിൻ വിരുദ്ധതയും ആധുനിക വൈദ്യശാസ്ത്രത്തെ നിരാകരിക്കുന്ന വീട്ടിലെ പ്രസവങ്ങളും സ്വയം ചികിത്സയും ഒക്കെ മനുഷ്യർക്ക് ദോഷമേ വരുത്തിയിട്ടുള്ളൂ എന്നും മറക്കരുത്. കായികാധ്യാപകരുടെ ഒഴിവ് നികത്തിയിട്ടില്ലെന്ന് ഈ അവസരത്തിൽ പറഞ്ഞത് ഒഴിവ് നികത്തിയാൽ സൂംബ ഡാൻസ് നടത്താമെന്ന അർത്ഥത്തിലല്ലല്ലോ. ഈ ന്യായീകരണങ്ങളെല്ലാം ഇടുങ്ങിയ മത താല്പര്യങ്ങളെ മറയ്ക്കാനുള്ള മുഖാവരണങ്ങൾ മാത്രമാണ്. ഹൃദയാരോഗ്യത്തിനുൾപ്പെടെ ഗുണകരമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ സമ്മതിച്ചിട്ടുള്ള സൂംബ ഡാൻസിൽ 1 മണിക്കൂറിൽ 500 കലോറി ഊർജ്ജമെങ്കിലും കത്തിച്ചു കളയുമെന്നാണ് റിപ്പോർട്ടുകൾ. സൂംബ ഡാൻസ് കളിക്കുന്നത് കൊണ്ട് മാത്രം കേരളം ലഹരി മുക്തമാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ശാരീരിക മാനസിക ആരോഗ്യമുള്ളവർ ലഹരി പോലുള്ള ഉന്മാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നതും വിദ്യാർത്ഥികളെ അവർക്കിഷ്ടപ്പെട്ട ഉല്ലാസത്തിന്റെ വഴികളിലൂടെ പലതും പഠിപ്പിക്കാനാകുമെന്നതുമാണ് ഇതിന്റെയൊക്കെ സാധ്യത. അതുപോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചു കണ്ടാൽ സദാചാരം ഇളകുന്നത് അത്ര നല്ല കാര്യമല്ല. അത് നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല രാജ്യങ്ങളായി പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനും പോലുള്ള രാജ്യങ്ങളെ അംഗീകരിക്കേണ്ടി വരും. സൂംബ നൃത്തത്തോട് വിരുദ്ധാഭിപ്രായമുള്ളവരെ ആരും മതമൗലികവാദികളാക്കിയിട്ടില്ല. പിന്തിരിപ്പൻ വാദങ്ങളുമായി അതവർ അവകാശപ്പെട്ടതാണ്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മതനേതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അവർ വിദ്യാഭ്യാസ വകുപ്പിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വരരുത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യപരമായ ഇടപെടലുകളെ ആഭാസമായി കാണാത്ത മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും താല്പര്യങ്ങൾക്കും വിലയുണ്ടെന്നുകൂടി സർക്കാർ അറിഞ്ഞിരിക്കണം.